കേരളത്തിലും കേന്ദ്രത്തിലും കൃത്യമായി ഇടപെടൽ നടത്താൻ സാധിക്കുന്ന ഒരു ഐഡിയാസ് ഉള്ള, അതുപോലെ തന്നെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള, തന്ത്രങ്ങൾ മെനയാൻ കെൽപ്പുള്ള, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാൻ അറിയാവുന്ന ഒരു നേതാവായി വിലയിരുത്തുകയാണ് രാജീവ് ചന്ദ്രശേഖറിനെ കേന്ദ്ര നേതൃത്വം. മുമ്പ് അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലുള്ള രാഷ്ട്രീയ നിരൂപകർ പറഞ്ഞൊരു കാര്യമാണ്, കേരളത്തിലെ BJP എന്നാൽ KJP എന്നാണ്. അതായത് കേരള BJP എന്നുള്ള ഘടകം മാത്രമായി ഒതുങ്ങുന്നു, കേന്ദ്രത്തിൽ അത്രയും പ്രാധാന്യം കേരളത്തിന് കൊടുക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ളതൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നു എന്ന് കരുതുന്നില്ല. അതായത് CPM-ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദു വോട്ട്, ആ ഹിന്ദു വോട്ട് ഇങ്ങോട്ടേക്ക് ആകർഷിക്കേണ്ടതുണ്ട്, ഇങ്ങോട്ടേക്ക് ഇളക്കിയെടുത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുള്ള പരിശ്രമം വളരെ ശക്തമായി തന്നെ BJP നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, ആസ് എ ബോസ് അദ്ദേഹത്തിന് തൻ്റെ സബോർഡിനേറ്റ്സിനോട് ഓർഡർ ചെയ്യാം. പക്ഷേ ആസ് എ ലീഡർ അദ്ദേഹം തൻ്റെ അണികളോട്, തൻ്റെ പ്രാദേശിക നേതാക്കളോട്, തൻ്റെ സംസ്ഥാന നേതാക്കളോടൊക്കെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൃത്യമായി അദ്ദേഹത്തിന് കഴിയണം. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വരികയാണ്. ഇത് BJPക്ക് നൽകാൻ പോകുന്നത് ഊർജമോ അതോ തളർച്ചയോ? അതിനൊപ്പം തന്നെ ഉയർന്നു കേട്ട മറ്റു പേരുകൾ അപ്രസക്തമായത് ഏത് തരത്തിൽ പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്കിനെ സ്വാധീനിക്കും? ഇനി അങ്ങോട്ട് രാജീവ് ചന്ദ്രശേഖർ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ എന്തൊക്കെ, അദ്ദേഹത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെ, പരിശോധിക്കാൻ നമുക്ക്. എന്നോടൊപ്പം ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും കുഞ്ചു മുരളി. കുഞ്ചു, നമസ്കാരം. നമസ്കാരം. എന്ത് തോന്നുന്നു, രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേര് നാളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് അല്ലേ? സാർ പറഞ്ഞ പോലെ, തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞെട്ടിച്ചുകൊണ്ടാണ് രാജീവ് കടന്നുതിരിക്കുന്നത്. കാരണം 4 പേരുടെ പേരുകളായിരുന്നു വന്നത്: MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ V മുരളീധരൻ. ഈ 4 പേരും വളരെ പ്രാധാന്യം അർഹിക്കുന്ന, സംസ്ഥാന നേതൃത്വത്തിന് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ആരാണ്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ കേന്ദ്ര നേതൃത്വത്തിന് താല്പര്യമുള്ളത് രാജീവ് ചന്ദ്രശേഖർ ആണെന്നുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി നമുക്ക് ഈ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അല്ലാതുള്ള പ്രവർത്തനങ്ങളൊക്കെ നോക്കാൻ മനസ്സിലാവും. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഈ സംസ്ഥാന നേതൃത്വത്തിന് ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്ന, K സുരേന്ദ്രൻ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്ന ഒരു പക്ഷേ MT രമേശ് ആയിരുന്നിരിക്കാം. കാരണം ശോഭാ സുരേന്ദ്രൻ്റെ പേര് കേട്ടിരുന്നെങ്കിലും പിന്നീട് MT രമേശിൻ്റെ പേര് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ കേന്ദ്ര നേതൃത്വത്തിന് ഒരുപാട് താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം രാജീവ് ചന്ദ്രശേഖറിനെ എന്തുകൊണ്ടായിരിക്കും കേന്ദ്രം അത്തരത്തിലുള്ളൊരു തീരുമാനം എടുത്തതിന് പിന്നിൽ ചെയ്ത കാര്യം? ഇത് ഇന്നോ ഇന്നലെയോ നടത്തിയ തീരുമാനമല്ല. ഒരു കൃത്യമായ ഗ്രൗണ്ട് വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ BJP കേന്ദ്ര നേതൃത്വം കൈക്കൊണ്ട തീരുമാനമാണ്. എന്തൊക്കെയായിരിക്കാം ആ ഗ്രൗണ്ട് വർക്ക് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നിലവിലെ നേതൃത്വത്തിന്, അതായത് നിലവിൽ കേരളത്തിൽ പ്രബലരായിട്ടുള്ള നേതാക്കൾക്ക് വേണ്ടത്ര അവസരം കൊടുത്തു. അതിനുശേഷമാണ് മറ്റൊരു നേതാവ് എന്ന ഒരു ചിന്തയിലേക്ക് BJP കേന്ദ്ര നേതൃത്വം പോയത്. നിലവിലെ നേതൃത്വത്തിന് കൃത്യമായ അവസരം കൊടുത്തു, അവർക്ക് വേണ്ടത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. 2, അവർ നോക്കിയത് മാറുകയാണ് കേരളവും ലോകവും ഒക്കെ തന്നെ. ഈ മാറ്റത്തിൻ്റെ പേസിനൊപ്പം നിൽക്കാൻ സാധിക്കുന്ന ഒരു നേതാവിനെ അവർക്ക് വേണം. അതാരാണ് എന്നുള്ള ഒരു സെർച്ചിലായിരുന്നു BJP കേന്ദ്ര നേതൃത്വം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ അവർക്ക് അത്തരത്തിൽ ഒരു നേതാവിനെ കിട്ടിയില്ലായിരുന്നു. കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ പ്രചാരണ രീതി, അദ്ദേഹം അവലംബിച്ച രീതി വളരെ പോസിറ്റീവായിരുന്നു, ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിരുന്നു. സമ്മതിദായകരോട് അദ്ദേഹം സംസാരിച്ച രീതി വളരെ മികച്ചതായിരുന്നു. വൈകി പ്രചാരണ രംഗത്തേക്ക് എത്തി വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ നേതാവാണ്. അതിനോടൊപ്പം തന്നെ തീരദേശ മേഖലയിലെ പ്രശ്നങ്ങളിലേക്കൊക്കെ തന്നെ കൃത്യമായി ഇടപെടൽ നടത്തുകയും എന്താണ് അവിടെ വേണ്ടത് എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. ടെക്കികൾക്ക് പ്രതീക്ഷ നൽകുവാൻ, കൂടുതൽ തൊഴിലവസരങ്ങൾ കൊണ്ടുവരും എന്ന് വ്യക്തമായി പറയുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതിനൊപ്പം തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിനോട് കൂടുതൽ അടുപ്പം സ്ഥാപിച്ചെടുക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. ശശി തരൂരിനെ പോലെ തിരുവനന്തപുരത്ത് ഇരുത്തം നേടിയ നേതാവിനോട് വളരെ ശക്തമായ നെക്ക് ടു നെക്ക് ഫൈറ്റ് നടത്താൻ സാധിച്ചു. മറ്റൊന്ന്, ഡൽഹി പോലെ രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ കൃത്യമായ ഇടപെടൽ നടത്തുവാനും തന്ത്രങ്ങൾ മെനയുവാനും ആ തന്ത്രം ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനും വിജയത്തിലേക്ക് അതൊരു ചാലകശക്തിയായി സ്ഥാപിച്ചെടുക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ കേരളത്തിലും കേന്ദ്രത്തിലും കൃത്യമായി ഇടപെടൽ നടത്താൻ സാധിക്കുന്ന ഒരു ഐഡിയാസ് ഉള്ള, അതുപോലെ തന്നെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള, തന്ത്രങ്ങൾ മെനയാൻ കെൽപ്പുള്ള, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാൻ അറിയാവുന്ന ഒരു നേതാവായി വിലയിരുത്തുകയാണ് രാജീവ് ചന്ദ്രശേഖറിനെ കേന്ദ്ര നേതൃത്വം. മറ്റൊന്ന്, വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യം, കഴിഞ്ഞ കുറേ നാളുകളായി കേന്ദ്ര നേതൃത്വം BJP ചെയ്തുകൊണ്ടിരുന്നത് കേരളത്തിലെ സാധാരണക്കാരുടെ മനസ്സറിയുവാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. അത് ഞാൻ പലപ്പോഴും പല ചർച്ചയിലും പറഞ്ഞിട്ടുള്ളതാണ്. സർവേ അത് അവർ ഏതെങ്കിലും ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഏജൻസിയിലൂടെ അല്ല അവർ അത് ചെയ്തത്. അവർ ചെയ്തത് ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്,
കേരളം എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് അറിയാനാണ് അവർ ശ്രമിച്ചത്. അവരുടെ പൊളിറ്റിക്കൽ അവബോധം എങ്ങനെയാണ്, അത് കേന്ദ്രത്തിന് എന്തുകൊണ്ട് എതിരാകുന്നു, അല്ലെങ്കിൽ BJP എന്തുകൊണ്ട് അവർ അകറ്റി നിർത്തുന്നു, കേരളത്തിലെ BJP നേതാക്കളോടുള്ള അവരുടെ സമീപനം എന്ത്, ഏത് തരത്തിലുള്ള നേതാവിനെയാണ് അവർക്ക് വേണ്ടത്, ഒപ്പം തന്നെ നാട് ഏത് രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്, നയം എങ്ങനെയായിരിക്കണം ഒരു സംസ്ഥാന സർക്കാരിൻ്റെ, ഇതൊക്കെ അവർ ഇതിലൂടെ ചോദിച്ചറിഞ്ഞു. കേരളത്തിൽ BJPക്ക് ആരെയാണ് നേതാവായി വേണ്ടത് എന്നുള്ള ചോദ്യങ്ങൾ വരെ അവർ, അല്ലെങ്കിൽ ഒരു നേതാവിന് വേണ്ട ഗുണങ്ങൾ ആരൊക്കെ, നിങ്ങൾ ആരാൾ നയിക്കപ്പെടണം തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നേടുകയും അത് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഒരു ലോങ് പ്രോസസ്സായിരുന്നു. ആ ഒരു പ്രോസസ്സിന് ശേഷം കുറേയേറെ തീരുമാനങ്ങൾ അവർ കൈക്കൊണ്ടിരുന്നു. അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനം ഇവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. മറ്റൊന്ന് BJP അണികളുടെ തന്നെ തീരുമാനം കൃത്യമായി അറിയുവാൻ BJP കേന്ദ്ര നേതൃത്വം ശ്രമിച്ചിരുന്നു. അത് നേതാക്കളിലൂടെ അല്ല, അതിനും ഒരു കൃത്യമായ രീതി അവർ അവലംബിച്ചിരുന്നു. BJP വിശ്വാസികളും അണികളും ഒക്കെ തന്നെ നിരാശരാണ് എന്നവർ വ്യക്തമായി മനസ്സിലാക്കി. കാരണം കേന്ദ്ര നേതൃത്വം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു. BJPയുടെ കേന്ദ്ര നേതൃത്വം വളരെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു, അഗ്രസീവായിട്ട് മുന്നോട്ട് പോകുന്നു, പല സംസ്ഥാനങ്ങളിലും ഭരണം പിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കേരളത്തിലെ നേതൃത്വത്തിൽ അവർ നിരാശരായി. അവർക്ക് മാത്രമാണ് ആ നിരാശ ഉണ്ടായിരുന്നത്. മാറി വന്ന സംസ്ഥാന നേതാക്കൾ അവർക്ക് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, വിഭാഗീയത, ഇതൊക്കെ ജനങ്ങളെ നിരാശപ്പെടുത്തിയ കാര്യമാണ്. അവരുടെ അണികളെ നിരാശപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ വിഭാഗീയത കാരണമാണ് BJPക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കാത്തത് എന്ന് BJP അണികൾ വിശ്വസിക്കുന്നുണ്ട്. അതിപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. കാരണം ചില സ്ഥാനാർത്ഥികളെ മണ്ഡലം മാറ്റി പരീക്ഷിക്കുകയാണ്. അവർക്ക് ഒരു മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കുന്നില്ല. അത് തെറ്റാണ് എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതൊന്ന്. രണ്ട്, എവിടെയെങ്കിലുമൊക്കെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അണികൾ സംശയിക്കുന്നുണ്ട്, ചില നേതാക്കളെങ്കിലും. അപ്പോൾ ഇത്തരത്തിലുള്ള സംശയങ്ങളും നിരാശയും ഒക്കെ കലർന്ന ഒരു പ്രതികരണമാണ് അവർ കൊടുത്തത്. അപ്പോൾ ഇത്തരത്തിലൊരു നീണ്ട ഒരു പ്രോസസ്സിന് ശേഷമാണ് BJP ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. മറ്റൊന്ന്, നമുക്കറിയാം സുരേഷ് ഗോപി നേടിയ വിജയം. അപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു പ്രതിച്ഛായയുള്ള വ്യക്തി കേരളത്തിൽ വരികയാണ് എങ്കിൽ അത് ഗുണം ചെയ്യുമെന്നും കുറേ നാളായി അവർ അത് കൃത്യമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കൂടി ചോദിക്കാനായിട്ട്, ഈ കേരളത്തിലെ BJP ഘടകത്തെ ഇപ്പോൾ മുമ്പ് അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലുള്ള രാഷ്ട്രീയ നിരൂപകർ പറഞ്ഞൊരു കാര്യമാണ്, കേരളത്തിലെ BJP എന്നാൽ KJP എന്നാണ്. അതായത് കേരള BJP എന്നുള്ള ഘടകം മാത്രമായി ഒതുങ്ങുന്നു, കേന്ദ്രത്തിൽ അത്രയും പ്രാധാന്യം കേരളത്തിന് കൊടുക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ളതൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നു എന്ന് കരുതുന്നില്ലേ? അതുകൊണ്ടായിരിക്കില്ല ഈ ഒരു തീരുമാനം വന്നത്. അങ്ങനെ ഒരു കാരണം കേരളത്തിലെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, കേരളത്തിലെ നേതാക്കളിൽ അവർക്ക് അത്ര വിശ്വാസം പോരായിരുന്നു. ഇത്രയും നാളും പ്രവർത്തിച്ചിട്ട് RSSന്റെ ഇടപെടൽ ഉണ്ടായിട്ട് പോലും ഒരു പൊളിറ്റിക്കൽ നേട്ടമുണ്ടാക്കാൻ BJPക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നേതാക്കളുടെ പിടിപ്പുകേടാണ് എന്നവർക്ക് ഒരു ധാരണയുണ്ടായിരുന്നു. ആ ഒരു ധാരണ വ്യക്തമാക്കാൻ വേണ്ടിയാണ് കുറേയേറെ പ്രോസസ്സിലൂടെ കേന്ദ്ര നേതൃത്വം പോയത്. അതെന്തായാലും അതൊരു പ്രൊഫഷണൽ രീതിയായി ഞാൻ വിലയിരുത്തുകയാണ്. കാരണം കൃത്യമായി സമയം കൊടുത്തു, അതിനുശേഷം മാത്രമാണ് അടുത്ത ഒരാളിലേക്ക് പോകുന്നത്. അപ്പോൾ അത് വ്യക്തമായ ഒരു രീതിയാണ്. മറ്റൊന്ന്, അവർ കൊടുക്കാൻ തീരുമാനിച്ച ഒരു സന്ദേശം എന്ന് പറയുന്നത് വ്യക്തി അധിഷ്ഠിതമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിന് അടിസ്ഥാനമാക്കിയല്ല പാർട്ടി മുന്നോട്ട് പോകേണ്ടത്. പാർട്ടിയുടെ ഉന്നമനം, പാർട്ടിക്ക് ഉപയോഗം വേണം, പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കണം, ആ തരത്തിലേക്ക് ആർക്ക് പാർട്ടിയെ നയിക്കാൻ സാധിക്കും അതും അവർ നോക്കുന്നുണ്ടായിരുന്നു. ആ ഒരു വ്യക്തമായ മെസ്സേജ് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. അല്ല, ഈ ഒരു ആഡം ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ ഈ ശശി തരൂരിനെ വിറപ്പിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, കുമ്മനം രാജശേഖരൻ മത്സരിച്ച സമയത്ത് വളരെ സ്വീകാര്യനായ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലാണ് കുമ്മനത്തെ അവതരിപ്പിക്കുന്നത് BJP. അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ നേമത്ത് മാത്രമായിരുന്നു കുമ്മനം രാജശേഖരൻ ഒരു ലീഡ് നില ഉയർത്താനായിട്ട് സാഹചര്യം. ആ സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിനെതിരെ മത്സരിച്ചപ്പോൾ നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് ഈ 3 മണ്ഡലങ്ങളിലും വലിയ രീതിയിൽ ലീഡ് നില ഉയർത്താൻ സാധിച്ചു. അത് മാത്രമല്ല, അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അല്ലെങ്കിൽ ടെക്കുകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ടെക്നോ പാർക്ക് ഉൾപ്പെടുന്ന കഴക്കൂട്ടം മണ്ഡലത്തിൽ അവിടെ 10,000-ലധികം വോട്ടുകൾ സ്വരൂപിക്കാനായി, ലീഡ് ഉയർത്താനായി രാജീവ് ചന്ദ്രശേഖരന് സാധിച്ചു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ തരത്തിൽ വോട്ട് ശതമാനം കൂട്ടാൻ സാധിക്കുന്ന ഒരാൾ, അതായത് പാർട്ടിയുടെ പിന്തുണയോടുകൂടി നേരത്തെ സൂചിപ്പിച്ച പോലെ പാർട്ടിക്ക് ഉപയോഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളെന്നുള്ളൊരു ബോധം ഉണ്ടാക്കിയെടുക്കുകയല്ലായിരുന്നു. കുറിച്ച് ശ്രദ്ധിച്ചിരുന്നോ? കേരളത്തിലെ യുവാക്കൾ ചിന്തിക്കുന്ന രീതി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് പല രീതിയിലും, അത് പൊളിറ്റിക്കലി ചിന്തിക്കുന്ന രീതി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ഒരു വിഭാഗം ചെറിയൊരു വിഭാഗം മോശമായി പോകുന്നുണ്ട്. പക്ഷേ വലിയൊരു വിഭാഗം യുവജനത വളരെ ക്രിയേറ്റീവായി ചിന്തിച്ച് വളരെ ഇന്നോവേറ്റീവായി മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗമാണ്. അവരുടെ പൊളിറ്റിക്കൽ ചിന്താ രീതി വ്യത്യസ്തമാണ്. ഭാവിയിൽ നമുക്ക് എന്ത് ഉപയോഗം എന്നാണ് അവർ ചോദിക്കുന്നത്. ദാറ്റ്സ് ദ പോയിന്റ്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് പൊളിറ്റിക്സ് അല്ല, ഏത് പാർട്ടി ഭരിച്ചാലും നാടിന് ഗുണമുണ്ടാവുക ആര് ഭരിച്ചാലാണ്.
അതിന് കെൽപ്പുള്ള നേതാവ് ഏത് പാർട്ടിക്കാണുള്ളത്? നമ്മുടെ വോട്ടിന് വേണ്ടി അഭ്യർത്ഥിച്ച് മുന്നിൽ വരുന്ന സ്ഥാനാർത്ഥികളുടെ യോഗ്യത എന്ത്? അവർ പറയുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനം പാലിക്കുന്നവരാണോ? ഇതൊക്കെ അവർ നോക്കുന്നതാണ്. ഈ വിഭാഗം ആളുകളെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുന്ന, അവരെ സ്വാധീനിക്കാൻ സാധിക്കുന്ന ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് BJP കേന്ദ്ര നേതൃത്വം വിലയിരുത്തുകയാണ്. അപ്പോൾ ഈ മാറുന്ന കേരളത്തിന് അനുസരിച്ചുള്ള ഒരു ഹാർഡ് കോർ പൊളിറ്റീഷ്യൻ ആവണമെന്നില്ല. പക്ഷേ ആ ഹാർഡ് കോർ പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ RSSൻ്റെ രീതികളുമായി BJPയുടെ രീതികളുമായി ഒത്തുപോകാൻ സാധിക്കുന്ന ഒരാളായിരിക്കണം. അത് മാത്രമാണ്. അത് കഴിഞ്ഞ കുറേ നാളുകളായി അവർ BJP കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖറുമായുള്ള അടുപ്പത്തിലൂടെ സാധിച്ചെടുത്തിട്ടുണ്ടാകണം. അല്ലെങ്കിൽ ഇനി കൂടുതൽ അതുമായി ബന്ധപ്പെട്ട ക്ലാസ് കൊടുക്കുമായിരിക്കും. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, ഒരു ടെക്നോക്രാറ്റാണ് അദ്ദേഹം. ഒപ്പം തന്നെ അദ്ദേഹം നല്ലൊരു ബിസിനസ്മാനാണ്. ഇത് ഒരു പാർട്ടിക്ക് എങ്ങനെ ഗുണകരമായി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, കാര്യങ്ങൾ എങ്ങനെ ഓരോ പ്രോജക്ട്സ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കും. മറ്റൊന്ന്, കേന്ദ്രവുമായുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പില്ലാത്തൊരു നേതാവാണ് അദ്ദേഹം. അവരുമായി എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അറിയാവുന്ന ആളാണ്. KS സുരേന്ദ്രൻ സംസ്ഥാന സ്ഥാനത്തേക്ക് എത്തുന്നത് ഈ ശബരിമല വിഷയത്തിൻ്റെ സമയത്തൊക്കെ അദ്ദേഹം നടത്തിയ ഒരുപാട് സമരങ്ങൾ, പോരാട്ടങ്ങൾ എന്നുള്ള രീതിയിലേക്കാണ് ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക്. മുമ്പ് ഈ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും അപ്പോഴാണ് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം വന്ന ഈ കുഴൽപ്പണ കേസ്, അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടായ വാഗ്വാദങ്ങൾ, അതിനെ തുടർന്നുണ്ടായ വിമർശനങ്ങൾ, അതിനുശേഷം ശോഭാ സുരേന്ദ്രനുമായി ഉണ്ടാകുന്ന പടലപ്പിണക്കങ്ങൾ, ഇങ്ങനെ പാർട്ടിക്കകത്ത് തന്നെ വലിയ രീതിയിലുള്ളൊരു വിമർശനം നേരിടേണ്ടി വന്ന ഒരു നേതാവായി KS സുരേന്ദ്രൻ മാറുകയുണ്ടായി. യഥാർത്ഥത്തിൽ നമ്മൾ ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ടെക്നോക്രാറ്റാണ്, ബിസിനസ്മാനാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോൾ, അല്ലെങ്കിൽ വോട്ട് സ്വരൂപിക്കേണ്ട, യുവാക്കളുടെ വോട്ട് നേടിയെടുക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ തിരിച്ചറിയുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ സംസ്ഥാന നേതൃത്വത്തിലുള്ള BJPക്കാരെ എല്ലാം ഒരുമിപ്പിച്ച് നിർത്തുക എന്ന് പറയുന്നത് അത്തരത്തിൽ ഒരു മത്സരാർത്ഥി എന്നുള്ളതിലുപരിയായി, അല്ലെങ്കിൽ ഒരു പാർട്ടി വക്താവായി മാറുമ്പോൾ, സംസ്ഥാന അധ്യക്ഷനായി മാറുമ്പോൾ അതൊരു വലിയ വെല്ലുവിളിയായി മാറുകയില്ലേ? തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖറിന് മുന്നിൽ ശക്തമായ വെല്ലുവിളികളുണ്ട്. അത് നമ്മൾ കാണാതെ പോകാൻ പാടില്ല. അത് BJP കേന്ദ്ര നേതൃത്വം എന്തായാലും അഡ്രസ്സ് ചെയ്യുമായിരിക്കും. എങ്കിലും നമ്മൾ സാധാരണക്കാർ എന്ന നിലയിൽ പറയുമ്പോൾ അദ്ദേഹം നേരത്തെ കുഞ്ചു പറഞ്ഞതുപോലെ ഉള്ള വലിയൊരു വിഷയം അദ്ദേഹത്തിന് മുന്നിലുണ്ട്. കാരണം ഇവരെല്ലാം തന്നെ സീസൺഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇത്രയേറെ നാൾ എല്ലാ മാർഗ്ഗങ്ങളിലൂടെയും പയറ്റി തെളിഞ്ഞു വന്നവരാണ്. അവർക്ക് എല്ലാ മാർഗ്ഗവും അറിയാവുന്നവരാണ്. നമുക്ക് അവരെ ഒന്നും പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല. അപ്പോൾ ഇവർ ഒപ്പം നിൽക്കണം. ഇവർ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത്? നമുക്കറിയാം, ഒന്ന് മറന്നുകൂടാത്തത്, BJP കേന്ദ്ര നേതൃത്വം നൽകുന്ന നിർദ്ദേശത്തിനനുസരിച്ച് എല്ലാ സംസ്ഥാന ഘടകങ്ങളും പ്രവർത്തിക്കണം. ആ രീതിയിൽ തന്നെ ആയിരിക്കണം അവരുടെ പ്രവർത്തനം. ഇല്ല എന്നുണ്ടെങ്കിൽ എടുത്ത് വിളികളയും. അത് കൃത്യമായ ഒരു ആരായാലും എടുത്ത് വിളികളയും. ഇതെല്ലാ സന്ദേശവും ഇതിലുണ്ട്, രാജീവ് ചന്ദ്രശേഖർ വന്നതിലുണ്ട്. അപ്പോൾ കൃത്യമായ മെസ്സേജ് കേന്ദ്രം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ നമ്മുടെ അമിത്ഷാ മോദി ദ്വയത്തിൻ്റെ ഒരു കൂട്ടുകെട്ട് JP നദ്ദ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ രണ്ടുപേരും, മോദിയും അമിത്ഷായും ചേർന്ന് പാർട്ടിയെ നയിക്കുമ്പോൾ ആർക്കും ഒരു വിമതസ്വരം ഉയർത്തുവാനുള്ള സ്പേസ് ഇല്ല. അതിനവർ ധൈര്യപ്പെടില്ല. അതുതന്നെയാണ് നമ്മൾ പറയേണ്ട വാക്ക്. അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു നേതാവ് മുതിരാൻ ഇനി സാധ്യതയുണ്ടെന്നും തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും അവർ കൊണ്ടുവച്ചൊരു നേതാവിനെ ഒരു കാരണവശാലും ഇവർക്ക് ഉപദ്രവിക്കാൻ ഉള്ള സ്പേസ് കൊടുക്കില്ല. കൃത്യമായ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രചാരണ രംഗത്ത് ചില ഒരു അസ്വാരസ്യങ്ങൾ പല സ്ഥലത്തും കണ്ടപ്പോൾ കൃത്യമായി BJP കേന്ദ്ര നേതൃത്വം ഇടപെടുകയും അവർക്ക് വേണ്ടത് ചെയ്യുകയും ചെയ്തു. അത് സുരേഷ് ഗോപിക്ക് വേണ്ടിയും ചെയ്തു, രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി ചെയ്തു. പൊതുവായി ആ ഒരു കാര്യമാണ് ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ആ ഒരു പരാതിയും സംസ്ഥാനത്തെ പല വിഭാഗത്തിലുള്ള BJPക്കാർക്ക് ഉണ്ടായിരുന്നു. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സുരേഷ് ഗോപിക്കും രാജീവ് ചന്ദ്രശേഖറിനും കിട്ടിയ അത്രയും പരിഗണന മറ്റുള്ള സ്ഥാനാർത്ഥികൾക്ക് കൊടുത്തില്ല എന്ന തരത്തിലുള്ള ഒരു പരാതി ഉയർന്നു വന്നിരുന്നു. അതിനെ എങ്ങനെ പരിഹരിക്കുമെന്നുള്ളതാണ് ഇനി പ്രശ്നം. ഈ ഒരു പരീക്ഷണം പാർട്ടി തുടങ്ങിയിട്ട് നാളുകളേറെയായി. അപ്പോൾ കാരണം അതുകൊണ്ട് തന്നെയാണ് ഒരു പാർട്ടി പാരമ്പര്യമില്ലാത്ത, അതുപോലെ തന്നെ എന്നാൽ പൊതുജനങ്ങൾക്ക് അറിയാവുന്നുള്ള ഫേസുകളെ അവർ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവന്നത്. അത് വിജയിക്കും എന്നവർക്ക് മനസ്സിലാവുകയും ചെയ്തത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൂടെ തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ തന്നെയും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ തന്നെയും അവർ അത് പരീക്ഷിച്ച് വിജയിച്ച ഫോർമുലയാണ്. അതിലൂടെയാണ് പിന്തുടർന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു മുഖമാണ് ഇപ്പോൾ പാർട്ടിക്കും കൂടെ നൽകാൻ പോകുന്നത്. മനസ്സിലായില്ലേ? തീർച്ചയായും. അപ്പോൾ അങ്ങനെ ആ ഒരു മാറ്റത്തിനൊപ്പം നിൽക്കാൻ തയ്യാറില്ലാത്ത നേതാക്കൾക്ക് കൃത്യമായ മെമ്മോ ലഭിക്കും. അത് കൃത്യമായ സന്ദേശം ഉൾപാർട്ടി സംവിധാനങ്ങളിലൂടെ കിട്ടിയിട്ടുണ്ടാകും. അല്ല, അതിൽ ഒരു കാര്യം കൂടെ കൂടിച്ചേർക്കാനുള്ളത്, നമ്മൾ കഴിഞ്ഞ ഈ പറഞ്ഞ പോലെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഗുണഗണങ്ങൾ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായി മാറുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ പാർട്ടിക്ക് അതിന് ഗുണകരമാകുന്ന കുറേ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഈ BJPയിലേക്ക് വോട്ട് സ്വരൂപിക്കാനായി രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു മുന്നേറ്റം എങ്ങനെയുള്ളതാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ജാതി സമവാക്യങ്ങൾ അല്ലെങ്കിൽ മതസമവാക്യങ്ങളൊക്കെ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും. അത് രാജീവ് ചന്ദ്രശേഖർ വന്നതിലൂടെ കേരളത്തിലെ ഒരു എലീറ്റ് ക്ലാസിൻ്റെ വോട്ടും, അതിനൊപ്പം തന്നെ ജാതി സമവാക്യങ്ങൾ കുറേ കൂടി നമ്മൾ ആഴത്തിൽ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ
കോൺഗ്രസിൻ്റെ ഹിന്ദു വോട്ടുകൾ പരമ്പരാഗതമായി അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പല പോക്കറ്റുകളിൽ നിന്നുള്ള ഹിന്ദു വോട്ടുകൾ അത് ഇപ്പോൾ BJP-യിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്, വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈഴ വോട്ട് എടുത്ത് പറയേണ്ട കാര്യമാണ്. നായർ വോട്ടിൽ നല്ലൊരു ശതമാനം വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നേതൃത്വത്തിലുള്ളവരുടെ എല്ലാം തന്നെ ജാതി പ്രാതിനിധ്യം അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഒരു വിഷയത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഈഴ വിഭാഗത്തിൻ്റെ നേതാക്കളെയും അവർ കൃത്യമായി തന്നെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കാരണം ഈഴ വോട്ടുകൾ കൃത്യമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ലക്ഷ്യം വയ്ക്കുന്നത് വളരെ വളരെ ഹാർഡായിട്ടുള്ളൊരു ടാസ്ക്കാണ്. അതായത് CPM-ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദു വോട്ട്, ആ ഹിന്ദു വോട്ട് ഇങ്ങോട്ടേക്ക് ആകർഷിക്കേണ്ടതുണ്ട്, ഇങ്ങോട്ടേക്ക് ഇളക്കിയെടുത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുള്ള പരിശ്രമം വളരെ ശക്തമായി തന്നെ BJP നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇവിടുത്തെ ജാതി സമവാക്യം തന്നെയാണ് 45% ന്യൂനപക്ഷ വോട്ടുകൾ, അതിനപ്പുറത്തേക്ക് 55% ഹിന്ദു വോട്ടുകളുള്ളത്. ആ വോട്ടുകളിൽ നല്ലൊരു ശതമാനവും ഇവർക്ക് ഉറപ്പിക്കേണ്ടതുണ്ട്. ക്രിസ്ത്യൻ വോട്ടുകളിൽ നല്ലൊരു ശതമാനവും ഇവരിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ഈ രണ്ട് ടാസ്കും വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിനെ സംബന്ധിച്ചിടത്തോളം. അതിനുള്ള പരീക്ഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്, വളരെ തന്ത്രപരമായ നീക്കങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ നേരത്തെ കുഞ്ചു പറഞ്ഞ വെല്ലുവിളികളിൽ തീർന്നില്ല. വെല്ലുവിളി ഇവരെയൊക്കെ ഒരുമിച്ച് നിർത്തുക എന്നുള്ള വെല്ലുവിളി മാത്രമല്ല, അദ്ദേഹത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട മറ്റു ചില വെല്ലുവിളികൾ കൂടിയുണ്ട്. അതുകൂടി ഞാൻ പറയാം. ഒന്ന്, ഇവരെയൊക്കെ ഒരുമിച്ച് നിർത്തണം. അത് അദ്ദേഹം ചെയ്തേ പറ്റൂ. ആ ഒരു മെയ്വഴക്കം അദ്ദേഹം കാണിക്കണം. അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേച്ചറിന് അത് നല്ലതായിരിക്കും. ഈ ആരായാലും കെ സുരേന്ദ്രനാണെങ്കിലും വി മുരളീധരനാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം അടുത്ത് നിൽക്കുന്ന നേതാവ്. വി മുരളീധരൻ തീർച്ചയായും സ്വാഭാവികമായും അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരനൊപ്പം നിൽക്കാനാണ് സാധ്യതയുള്ളത്. കാരണം തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശ്ശൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ, ഒപ്പം തന്നെ ആലപ്പുഴ, പല പോക്കറ്റുകളിലും, പാലക്കാട് തുടങ്ങിയ പോക്കറ്റുകളിലൊക്കെ തന്നെ BJP-ക്ക് മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി അടുത്ത ലെവലിലേക്ക് എത്തിക്കുവാൻ ഇവരെല്ലാം ചേർന്നിരുന്ന് ചിന്തിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഒരുമിച്ച് നിൽക്കും. ആ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. ഇനിയിപ്പോൾ അണികളെ വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാസ്ക്. അവർക്ക് മാറ്റം ആവശ്യമാണ്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഇമേജ് അവർക്ക് ഇഷ്ടമാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ എന്ന പൊളിറ്റീഷ്യൻ എത്രത്തോളം മെയ്വഴക്കമുണ്ട് കേരളത്തിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി വർക്ക് ചെയ്യാൻ. ഒരു പാർട്ടിയുടെ, ദേശീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി അദ്ദേഹം വരുമ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ഒരു നേതാവാണോ? അവിടെയാണ് അദ്ദേഹം നേരിടാൻ പോകുന്ന രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ്, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, ബിസിനസ് തലവത്തിരിക്കുന്ന ആളാണ്, രാജ്യസഭാംഗമായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ, കേന്ദ്ര സഹമന്ത്രിയായിരുന്നു. ഇങ്ങനെയുള്ള പോസ്റ്റൊക്കെ വഹിച്ചിരുന്ന ആളിന് ഒരു സംസ്ഥാന അധ്യക്ഷനാകണം എന്നുണ്ടെങ്കിൽ കുറേ കൂടി മെയ്വഴക്കം വേണം. അതിനപ്പുറത്തേക്ക് പോകണം. ആ ഗ്രൗണ്ട് ലെവലിൽ എങ്ങനെ ഇറങ്ങിപ്പോയി വർക്ക് ചെയ്യും, എങ്ങനെ ഗ്രൗണ്ട് ലെവലിലുള്ള പ്രവർത്തകരുടെയും ജനങ്ങളുടെയും സാധാരണക്കാരുടെയും വിശ്വാസം നേടിയെടുക്കും, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാസ്ക്കാണ് രാജീവ് ചന്ദ്രശേഖറിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ കേരളത്തിലെ രാഷ്ട്രീയം അദ്ദേഹത്തിന് അത്രത്തോളം പരിചയമില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അല്ല, ഞാനൊരു ഡൗട്ട് വെച്ചോട്ടെ. ഈ ഡൽഹി രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞ ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ട് തന്നെ ഈ ഡൽഹി രാഷ്ട്രീയം അല്ലെങ്കിൽ കേന്ദ്രത്തിലുള്ള ആ രാഷ്ട്രീയത്തിൽ നിന്ന് ഒട്ടേറെ വ്യത്യസ്തത അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു നെഗറ്റിവിറ്റി കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ശൈലി മാത്രമാണ് വ്യത്യസ്തം, അപ്രോച്ച് ചെയ്യേണ്ട രീതി വ്യത്യാസമാണ്. കേരളത്തിലെ ആളുകളോട് സംസാരിക്കേണ്ടത് അതിനൊരു രീതിയുണ്ട്. ആ ഒരു മെയ്വഴക്കം, ആ ഒരു സംഭാഷണ ശൈലി, ഇതൊക്കെ അദ്ദേഹം നേടിയെടുക്കേണ്ടതുണ്ട്. ഓക്കെ, ആസ് എ ബോസ് അദ്ദേഹത്തിന് തൻ്റെ സബോർഡിനേറ്റ്സിനോട് ഓർഡർ ചെയ്യാം. പക്ഷേ ആസ് എ ലീഡർ അദ്ദേഹം തൻ്റെ അണികളോട്, തൻ്റെ പ്രാദേശിക നേതാക്കളോട്, തൻ്റെ സംസ്ഥാന നേതാക്കളോടൊക്കെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൃത്യമായി അദ്ദേഹത്തിന് കഴിയണം. അവരുടെ ഈഗോയെ ഹേർട്ട് ചെയ്യാതെ അവരെ ഒപ്പം നിർത്തിക്കൊണ്ട്, അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, തോളോട് തോൾ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിക്കണം. രണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ സംഭാഷണ ശൈലി, അത് പലപ്പോഴും നമ്മൾ ശശി തരൂരിൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം ആദ്യമായിട്ടൊക്കെ വരുമ്പോൾ ഒരു പത്രസമ്മേളനം, ഒരു മാധ്യമപ്രവർത്തകരോട് എങ്ങനെയാണ് പൊളിറ്റിക്സ് സംസാരിക്കേണ്ടത് എന്ന് അദ്ദേഹത്തിന് ഒരു വശമുണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു ആഗോള പൗരനാണ്, ഒരു വിശ്വ പൗരനാണ്. ആ ഒരു രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങളെ കാണുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിന് അത് വലിയ രീതിയിൽ അദ്ദേഹത്തിന് ദോഷം ചെയ്യാറുണ്ട്. അതായത് ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. ആ പൊളിറ്റിക്സ് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതൊരു പൊളിറ്റീഷ്യന് അത് തീർച്ചയായിട്ടും ഉണ്ടാകണം. ആ ഒരു സ്കില്ല് ഇദ്ദേഹത്തിന് എത്രത്തോളം ഉണ്ട് എന്നുകൂടി നമ്മൾ കാത്തിരുന്ന് കാണും. കാരണം ഇപ്പോൾ നമുക്ക് ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് അദ്ദേഹത്തിൻ്റെ സംഭാഷണം മാത്രമാണ് അറിയാവുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ ഗ്രൗണ്ട് ലെവലിൽ നിന്നും പാർട്ടി ഉയർത്തിക്കൊണ്ടുവന്ന് അടുത്ത ലെവലിലേക്ക് അദ്ദേഹത്തിന് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളത് ഈ ഒരു സ്കില്ലും അത്യാവശ്യം തന്നെയാണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് അത്. കാരണം നമുക്കറിയാം, ചില മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ ചില നേതാക്കളൊക്കെ തന്നെ ജനങ്ങളെ അകറ്റി നിർത്തുന്ന, അവരോടൊക്കെ തമ്പുരാനെ പോലെ സംസാരിക്കുന്നു. ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത്രത്തോളം അടിത്തറയുള്ള ഒരു പാർട്ടിക്ക് ഓക്കെ, ദേ ക്യാൻ അഫോർഡ് ഇറ്റ് ഫോർ എ ടൈം. അപ്പോൾ അതിനപ്പുറത്തേക്ക് അവരൊന്നും സഹിക്കില്ല. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പൊളിറ്റിക്സിൽ. തീർച്ചയായും.
അപ്പോൾ അല്ല, ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ യഥാർത്ഥത്തിൽ CPM-നുള്ളിലും അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിലൊക്കെ ചർച്ചയാവുന്നുണ്ട്. കാരണം ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ രാജീവ് ചന്ദ്രശേഖർ വളരെ വ്യക്തമായി തന്നെ ഈ അടുത്തിടയ്ക്ക് ഇടപെടുന്നുണ്ടായിരുന്നു. ഒന്ന് ഈ ഗ്ലോബൽ സമ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സന്ദർഭത്തിൽ അദ്ദേഹം കേരള ഗവൺമെൻറ്റിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത്തരത്തിലുള്ള സമ്മിറ്റുകളല്ല വേണ്ടത്, ഇവിടെ വ്യവസായം വളർത്തുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ സംരംഭത്വങ്ങൾ വളർത്തുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഗവൺമെൻറ് സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ വലിയ രീതിയിൽ കടന്നാക്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനെല്ലാം മറുപടി ഇപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖർ നേതൃസ്ഥാനത്തേക്ക് വരികയാണെന്ന് പറഞ്ഞപ്പോൾ VD സതീശൻ പറഞ്ഞത് ആരും ആയിക്കൊള്ളട്ടെ, ആരും വന്നോട്ടെ പൊക്കോട്ടെ, ഞങ്ങളുടെ ആശയം അല്ലെങ്കിൽ ഞങ്ങളുടെ പോരാട്ടം സമരം എന്ന് പറയുന്നത് വ്യക്തിയോടല്ല, ഒരു പ്രസ്ഥാനത്തിനോടാണെന്ന് പറഞ്ഞു. അത് മാത്രമല്ല BJP-യിൽ നിന്ന് വിട്ടുമാറി വന്ന സന്ദീപ് വാര്യർ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഉണ്ടായിരുന്നു. കൂടുതൽ ഡെക്കറേഷനൊന്നും വേണ്ട, ഇതൊരു കോർപ്പറേറ്റ് മാധ്യമ മുതലാളി ഒരു BJP എന്ന് പറയുന്ന പാർട്ടിയെ വിലയ്ക്ക് വാങ്ങി, അത്ര മതി എന്നാണ് സന്ദീപ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ എതിരാളികളുടെ ശക്തി കുറച്ച് കാണിക്കാനായി അവർ വലിയ ശക്തി എന്നുള്ളവരല്ല, അവരാരും ആയിക്കോട്ടെ എന്ന് കാണിക്കുന്നതാണ് ഒരു രാഷ്ട്രീയ തന്ത്രം. ആ രാഷ്ട്രീയ തന്ത്രം കോൺഗ്രസ് ഇവിടെ പ്രകടമാക്കുകയാണ് എന്നുള്ളതാണ്. CPM-ഉം ഇനി ഉടനെ തന്നെ പ്രതികരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ സംസ്ഥാന നേതൃസ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ അതൊരു വലിയ മാറ്റം ഈ ഇരു കക്ഷികളിലും ഉണ്ടാക്കാനും ഒരു ഇടയില്ലേ? അവർ വളരെ വളരെ ജാഗ്രതയോടുകൂടിയാണ് ഈ നീക്കത്തെയൊക്കെ കാണുന്നത്. BJP-യെ തന്നെ അവർ ആകെമാനം കാണുന്നത് ഏറെ ജാഗ്രതയോടുകൂടിയാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് നോക്കുക, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരുക്കങ്ങൾ രണ്ട് കൂട്ടരും നടത്തി കഴിഞ്ഞു. അതായത് വാർഡ് തലം അവരുടെ ബ്രാഞ്ച് കമ്മിറ്റി പ്രതിനിധികളൊക്കെ തന്നെ പല രീതിയിലും ജനങ്ങളുമായി അടുത്തിടപഴകാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. CPM-നെ സംബന്ധിച്ചിട്ടാണെങ്കിൽ കോൺഗ്രസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവരും അത്തരത്തിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തനം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കാര്യങ്ങൾ ഒക്കെ വ്യക്തമാക്കി കഴിഞ്ഞു. അവർ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു നേരത്തെ കൂട്ടി തന്നെ. കാരണം ഒരു വശത്ത് BJP ഉണ്ട്, അതായത് ഒരു രണ്ട് കൂട്ടർ തമ്മിലുള്ള ഫൈറ്റ് മാത്രമല്ല, മൂന്ന് പാർട്ടികൾ തമ്മിലുള്ള അല്ലെങ്കിൽ മൂന്ന് മുന്നണികൾ തമ്മിലുള്ള വളരെ കരുത്തുറ്റ പോരാട്ടമാണ് കേരളത്തിൽ ഇനി നടക്കാൻ പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ തന്നെ കേരളത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന വിഴിഞ്ഞം പോർട്ട് വരാൻ പോവുകയാണ്. അവിടെ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള എഫേർട്ട് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം കേരളത്തിന് കിട്ടില്ല. ആ ഒരു പ്രോജക്റ്റിൽ കേന്ദ്രം കൃത്യമായി ഇടപെടൽ നടത്തി കേരളത്തിന് അതിൻ്റെ ഗുണം ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഗുണത്തിൻ്റെ മേൽ ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള പദ്ധതികളും കേന്ദ്രം ആവിഷ്കരിക്കും. തീർച്ചയായും അതൊരു പോയിന്റ് തന്നെയാണ്. അല്ലാതെ ഈ പറഞ്ഞ ഇപ്പോൾ ഈ ടെക്നോക്രാറ്റ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു സംരംഭകൻ എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖരനെ ഉപയോഗിക്കാനായി കേന്ദ്രം തീരുമാനിക്കുന്നതും ഈ മേഖലകളിൽ കൂടി ആയിരിക്കും. തീർച്ചയായിട്ടും. എന്തായാലും ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരും പറയുന്നത് അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, ടെക്നോക്രാറ്റാണ്, അദ്ദേഹം ഒരു ചാനൽ മുതലാളി, പാർട്ടിയെ വാങ്ങിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷേ നോക്കുക, ആഗോള പൊളിറ്റിക്സ് ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ബിസിനസ്സുകാരാണ്. അതെ, ട്രംപും അദ്ദേഹത്തിൻ്റെ വലം കൈയായ ഇലൻ മസ്കും. ഓക്കെ, എല്ലാവർക്കും എല്ലാ ബിസിനസ്സുകാർക്കും മസ്കും ട്രംപും ആകാൻ സാധിക്കില്ല. പക്ഷേ അതിനുള്ള ഫ്ലെയറുള്ള, അതിനുള്ള സ്കില്ലുള്ള, അതിനുള്ള മനസ്സുള്ള കുറേയേറെ ബിസിനസ്സുകാരുണ്ടാകും. അതിലൊരാൾ രാജീവ് ചന്ദ്രശേഖറാണ്. അതാണ് അദ്ദേഹത്തിന് ആ ഒരു വിഷയത്തിൽ ഒരു വലിയ ഒരു ഭാവി ഉള്ളതായി നമുക്ക്. പക്ഷേ അദ്ദേഹം കുറേയേറെ കാര്യങ്ങൾ മാറ്റി എടുക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശൈലി ഒരു കേരള പൊളിറ്റീഷ്യനായി മാറേണ്ടിയിരിക്കുന്നു. കേരള പൊളിറ്റീഷ്യനായി മാറണം. ഗ്രൗണ്ട് ലെവലിലേക്ക് ഇറങ്ങി പോവുക, ആൾക്കാരോട് സംസാരിക്കുക. ഒരു ബോസ് എന്നുള്ള നിലയിൽ നിന്നും ഒരു നേതാവ് എന്നുള്ള നിലയിലേക്ക് അദ്ദേഹത്തിന് എത്രത്തോളം വേഗത്തിൽ മാറാൻ സാധിക്കുന്നു അത്രത്തോളം ഗുണം BJP-ക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഇനി കുറേ കൂടി ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ തുടങ്ങും. ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കുറേ പ്രഖ്യാപനങ്ങളും സംസാരങ്ങളും ഒക്കെ ഇനി നമുക്ക് കാണാൻ സാധിക്കും. കേരള രാഷ്ട്രീയം ഇനി അങ്ങോട്ട് വലിയ വലിയ നാടകങ്ങൾക്ക് വേദിയാകാൻ പോകുന്നു ചുരുക്കം. തീർച്ചയായും. എന്തായാലും കാത്തിരുന്ന് കാണാം രാജീവ് ചന്ദ്രശേഖറിന് മുന്നിലുള്ള വെല്ലുവിളികളെ എത്രത്തോളം കരുത്തോടെ നേരിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന്. കുഞ്ചുവിന് നന്ദി. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.